ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്നതാണ്. എൻ്റെ സ്കൂളാണിത്. ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിലാണ്. ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ നേരത്തെ ഇടുമായിരുന്നു. ഇപ്പോൾ ജോലി തിരക്ക് കാരണമാണ് വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇങ്ങനെ ക്രിസ്മസ് ഡേയുടെ സെലിബ്രേഷൻ്റെ വീഡിയോ ഒക്കെ ഇടാമെന്ന്. രാവിലെ തന്നെ സ്കൂളിൽ വന്ന് ഗ്രൗണ്ടൊക്കെ ഒന്ന് നോക്കി സ്റ്റാഫ് റൂമിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇതേ നമ്മുടെ ഫുട്ബോളിൻ്റെ അത്ലറ്റിക്സിൻ്റെയൊക്കെ മെയിൻ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു. ആൾക്കാരെ നോക്കി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവന്മാർ അവിടെ. രാവിലെ അമ്മരെ കണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അകത്തേക്ക് കയറിയപ്പോൾ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഇവിടെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഒരു പുൽക്കൂടും കാര്യം ഇതൊക്കെ നേരത്തെ വെച്ചതാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ഞാൻ പോലും പറയുന്നതേ ഉള്ളൂ. പിന്നെ നേരെ KG സെക്ഷൻ, അവിടെയാണ് ഞങ്ങളുടെ ക്രിസ്മസ് ഡേയുടെ സെലിബ്രേഷനൊക്കെ നടക്കുന്നത്. ചെന്നപ്പോഴത്തേക്ക് അവിടെ ഏകദേശം എല്ലാം സെറ്റാക്കി വെച്ചേക്കുവാണ് ഞങ്ങൾ ടീച്ചേഴ്സ്. ഡാൻസിനുള്ള കുട്ടികൾ ഒരു സൈഡിലെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കൊയറുകാർ, ഇന്നത്തെ സത്യത്തിൽ ഈ കൊയർ കേൾക്കാൻ വേണ്ടിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അടിപൊളി കൊയറാണ് ഇന്നിവിടെ കൊയർ പ്രോഗ്രാം ഇന്ന് നടക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഷോർട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ കുറച്ച് വീഡിയോ ഷോട്ടുകളൊക്കെ എടുത്തു. പിള്ളേരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സാറ് തന്തായി കാണിക്കുന്നതിനൊക്കെ. എന്നാലും പിള്ളേരൊക്കെ അടിപൊളിയായിട്ട് എല്ലാവരും നല്ല തൊപ്പിയൊക്കെ വെച്ച് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് സാൻഡയുടെ കുറേ ഡ്രസ്സൊക്കെ ഇട്ട് കുറേ കുട്ടികൾ വന്നു. അതിനോടൊപ്പം തന്നെ പേരൻസ് ഉണ്ടായിരുന്നു, ഒത്തിരി പേരുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരും വെയിറ്റ് ചെയ്തിട്ടിരുന്നത് ആ കൊയർ പ്രോഗ്രാമിന് വേണ്ടിയാണ്. ഞാനും അതുപോലെ തന്നെ കൊയർ പ്രോഗ്രാമിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ കുട്ടികളെയൊക്കെ എല്ലാ ടീച്ചേഴ്സൊക്കെ അടക്കിയിരുത്തി അങ്ങനെ പരിപാടികൾ പയ്യെ സ്റ്റാർട്ട് ചെയ്തു. കുട്ടികളുടെ ചെറിയ വെൽക്കം ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ്. പിന്നെ കുഞ്ഞു കുട്ടികളുടെ ഡാൻസുകൾ. പിന്നെ അത് കഴിഞ്ഞ് ആണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത് ഞങ്ങളുടെ കൊയറിൻ്റെ പ്രോഗ്രാം. നിങ്ങൾക്ക് കേട്ട് നോക്കാം. അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. ഒന്നും പറയാനില്ല, അടിപൊളി പരിപാടിയായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കൊയർ അടിപൊളിയായിരുന്നു. കാരണം കേൾക്കാനും ഞാൻ ഇതൊന്ന് യൂട്യൂബിൽ അങ്ങ് കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് കൊയറിൻ്റെ. ആ ഒരു ലെവൽ വരുന്ന പെർഫോമൻസ് ആണ് കുട്ടികൾ ഇപ്പോൾ കാഴ്ചവെച്ച് അടിപൊളി. അതിനുവേണ്ടി കഷ്ടപ്പെട്ട ലിന മിസ്സും അലിൻ സാറും നല്ലപോലെ കഷ്ടപ്പെട്ടു, നല്ലപോലെ പണിയെടുത്തെന്ന് തന്നെ പറയാം. കുട്ടികളെയൊക്കെ അടിപൊളിയായിട്ട് പാടിച്ചു, അടിപൊളിയായിരുന്നു. ജീവിതത്തിൽ ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഒക്കെ വളരെ കുറച്ച് മാത്രമേ നമുക്ക് ലഭിക്കാറുള്ളൂ. പക്ഷേ കിട്ടിയതിൽ വളരെ സന്തോഷവാനാണ് ഞാൻ. ഇനി ഞങ്ങൾ പരിപാടി കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് കുറച്ച്
എല്ലാവരും കൂടെ ചേർന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ റെഡിയാവുകയാണ്. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്, ടീച്ചേഴ്സൊക്കെ നേരത്തെ കഴിച്ചു തുടങ്ങിയെന്ന്. കാരണം ഞാൻ ഇടയ്ക്ക് വെച്ച് കുറേ നേരം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഞങ്ങളുടെ ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തേക്ക് മാറിപ്പോയേക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കാര്യം ഞാനങ്ങ് വിട്ടുപോയി. ഞാൻ കുറച്ച് വന്നപ്പോൾ കുറച്ച് ഡിലേ ആയിപ്പോയി. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ടീച്ചേഴ്സും ഓഫീസിലെ സ്റ്റാഫും അച്ഛനും എല്ലാവരും അവരെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടത്തിൽ ഞങ്ങളുടെ KGയിലെ ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ക്രിസ്മസിൻ്റെ സമയത്ത് എൻജോയ് ചെയ്യുന്നത് കാണാൻ ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വീഡിയോയിൽ എന്നെ കിട്ടിയില്ലല്ലോ എന്നോർത്ത് ഞാൻ പോയി വീഡിയോയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നു കുറച്ച് നേരം. ഇതാണ് ഞങ്ങളുടെ ബെൻസി സാറ് പ്രിൻസിപ്പൾ. അപ്പോൾ ശരി, ബൈ ബൈ.